ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സ്കൂളൊക്കെ പൂട്ടിയിട്ട് ഇപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ എല്ലാവരും പെരയിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ ബാക്കിയുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിനി കേട്ടോ. അടിക്കലും തുടക്കലും അങ്ങനത്തെയൊക്കെ. ഇനിയിപ്പോൾ ചോറും കറിയും വെക്കലാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. അപ്പം ഞാൻ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിനി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മത്തിയാണ് വാങ്ങിയത്. മത്തി കറിയാക്കണം, കുറച്ച് പൊരിക്കും വേണം, പിന്നെ എന്തെങ്കിലും ഒന്ന് ഉപ്പേരി ആക്കണം. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പം മീൻ കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാനിതാ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വാടാൻ വെച്ചിന് കേട്ടോ. അപ്പോൾ അത് കേട്ടോ, ഞാൻ തക്കാളി വാടാൻ വെച്ചിന് കേട്ടോ. ഇനി അത് അവിടെ ആവട്ടെ. ഉപ്പും ഇട്ട് കൊടുത്തിക്കണ്. ഇനി അതൊന്ന് വാടട്ടെ കേട്ടോ. ഇവന് മീൻ കറിയിൽ ഒഴിക്കാൻ പുതിർത്തിയെന്ന് പുളി എടുത്തിട്ട് പോയതാട്ടോ നാച്ചി. അത് തക്കാളി അവിടെ വാടുന്ന നേരം കൊണ്ട് ഞാൻ പൊരിക്കാനുള്ള മീനൊന്ന് പെരക്കി വെക്കാൻ വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ അതൊന്നും അവിടെ പെരക്കി വെക്കട്ടെ. ഞാൻ ഇപ്പോൾ പൊരിക്കൂല, കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പൊരിക്കുള്ളൂ. അപ്പോൾ കേട്ടോ, മീൻ പൊരിക്കാനുള്ള അവിടെ റെഡി ആയിക്കണ്. തക്കാളി ഒക്കെ വാടാൻ വെച്ച നല്ല വാടീന് അതിക്ക് പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അതിനെ നല്ലൊന്ന് സെറ്റാക്കി എടുക്കട്ടോ. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത മീനും ഇട്ടാൽ മീൻ കറീൻ്റെ പരിപാടി കഴിഞ്ഞ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കേട്ടോ, ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തീന്. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് മീനും ഇട്ട് കൊടുക്കുക. അപ്പോൾ താഴെ പോയി നോക്കി അപ്പുറത്തെ അടുക്കളയിൽ നോക്കിയിരിക്കണ് ചോറ് വെന്തീന് കേട്ടോ. അപ്പോൾ അത് അവിടെ വാർത്ത് ഞാൻ അടുപ്പിലേക്ക് കുടിക്കാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെച്ചാൽ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ്. ഇപ്പോൾ കേട്ടോ, എൻ്റെ കറീൻ്റെ ചാലിന് നല്ല തിളക്കുന്നുണ്ട്. ഞാനിതാ മീൻ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി അതവിടെ മൂടി വെച്ചാൽ അത് അവിടെ നിന്ന് വെന്തോളും. ഇനി ഉപ്പേരിക്ക് എന്താ കിട്ടാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള പോവലാട്ടത്. ചെറിയൊരു മുരിങ്ങമരമുണ്ട്, അതിലാവണത് ഞാൻ പറിച്ചു കൊണ്ടുപോയതുമുണ്ട്. കുറച്ചുണ്ട്, ഒരു ഉപ്പേരിക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊന്ന് പറിച്ചെടുക്കട്ടെ. ഞാച്ചി അവിടെ നിന്ന് നോക്കണ്ടല്ലോ. അപ്പോൾ കേട്ടോ, ഞാൻ ഇംഗ്ലീഷ് ചീരേൻ്റെതും കൂടെ എടുത്തിന് കേട്ടോ. മുരിങ്ങേൻ്റെ തികയൂല വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. പിന്നെ കറി അവിടെ റെഡി ആക്കണേ. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ചെടുത്തിട്ട് ഞാൻ കറി ഓഫാക്കി കേട്ടോ. അതായിന്. ഇനിയിപ്പോൾ ചപ്പുപ്പേരി വെക്കാനുള്ള പരിപാടി നോക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചിക്കണ്. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളി ഒന്ന് ചെറുങ്ങനെ ചതുക്കി ഉള്ളിയും കൂടെ അതിലിട്ടൊന്ന് നല്ല മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനിക്ക് ഉള്ളിയിലേക്ക് ഉപ്പും കൂടെ ഇട്ടെടുത്തിക്കണം, ഒന്ന് വേഗം വാടി കിട്ടാൻ. ഇപ്പോൾ കേട്ടോ നല്ലോണം വാടീന്. ഇനി നല്ലോണം നമ്മൾ ചപ്പ് കേകി ഞാൻ കൊട്ടയിൽ വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇട്ടുകൊടുത്തേന് കേട്ടോ. നമ്മളെ സംസാരത്തിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ഒന്ന് പരിചയമായി ശീലമായി വരുന്നവരെ പെരിയിൽ ഞാൻ തേങ്ങയും പച്ചമുളകും ഒതുക്കിയിട്ടിടാച്ച്. ചപ്പുപ്പേരിയിലൊക്കെ തേങ്ങയും കൂടെ ഒതുക്കിയിട്ടാലാണല്ലോ രസം. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാനിതാ തേങ്ങ ചിരണ്ടി അതൊക്കെ ഇങ്ങോട്ട് ഒതുക്കി എടുത്തിക്കണേ, അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ. ഒരു മീൻ കറിയും ഒരു ഉപ്പേരിയും ഒരു മീൻ പൊരിച്ചതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് ഇതൊന്ന് കഴിഞ്ഞാൽ ഇതൊന്ന്
വെച്ചുണ്ടാക്കലൊക്കെ കഴിഞ്ഞാലും ഒന്ന് വൃത്തിയാക്കാനുണ്ട്. തുടക്കലും ഇതിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രം കഴുകലും ഒക്കെ ഉണ്ട്.